കഴിക്കുന്ന ആഹാരത്തിന്റെ 20% ബ്രെയിനിന്റെ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മുതിർന്ന വ്യക്തിയുടെ ശരീരം 2000 മുതൽ 2500 വരെ കലോറി ഊർജം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ 400 മുതൽ 500 വരെ കലോറി ബ്രെയിനിന്റെ പ്രവർത്തനത്തിന് മാത്രമായി ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയെങ്ങാനും ഊർജം ബ്രെയിനിന്റെ പ്രവർത്തനത്തിന് മാത്രമായി ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ തലയോട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന തലച്ചോറ് തിരക്കേറിയ ഒരു നഗരം പോലെയാണ്. ഈ നഗരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അയൽപ്പക്കങ്ങളായി നിന്നുകൊണ്ട് നമ്മുടെ ചിന്തകളെയും തോന്നലുകളെയും ചലനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഈ തലച്ചോറിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് നാഡീവ്യവസ്ഥ. ഈ നാഡികളിലൂടെയാണ് ബ്രെയിനിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ബ്രെയിനിലേക്ക് തിരിച്ചും വിവരങ്ങൾ എത്തുന്നത്. ന്യൂറോണുകൾ കൊണ്ടാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തുന്ന വിവരങ്ങളും ബ്രെയിൻ നമുക്ക് നൽകുന്ന വിവരങ്ങളും കടന്നു പോകുന്നത് ഈ ന്യൂറോണുകളിലൂടെയാണ്. ഇങ്ങനെ വിവരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചുകൊണ്ട് ബ്രെയിൻ എന്ന നഗരത്തിൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കളാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ 4 തരംതിരിക്കാം. 1 ഗ്ലൂട്ടാമേറ്റ്, ഗാബ തുടങ്ങിയവ പോലെയുള്ള അമിനോ ആസിഡ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. 2 സെറോട്ടോണിൻ, ഡോപ്പമിൻ, നോർപീനെഫ്രിൻ തുടങ്ങിയവ പോലെയുള്ള മോണോ അമിനോ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. 3 അസറ്റൈൽ കോളിൻ പോലെയുള്ള അസറ്റൈൽ കോളിൻ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. 4 എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയവ പോലെയുള്ള പെപ്റ്റൈഡ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടത്ര ഊർജം ലഭിക്കാതിരിക്കുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപാദനവും പ്രവർത്തനവും തടസ്സപ്പെടുന്നു. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അസന്തുലിതമാകുന്നു. ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലിതാവസ്ഥ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്കിസോഫ്രീനിയ, പാർക്കിൻസൺസ് രോഗം, അൾഷിമേഴ്സ് രോഗം, ADHD, OCD, ബൈപോളാർ ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ, വ്യായാമം, കൗൺസിലിംഗ്, തെറാപ്പി, സൈക്യാട്രിക് കൺസൾട്ടേഷൻ തുടങ്ങിയവയാണവ. ധ്യാനം തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളെ സജീവമാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും സഹായിക്കുന്നു. വ്യായാമം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ചുകൊണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു. കൗൺസിലിംഗ്, തെറാപ്പി തുടങ്ങിയവ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കുകയും കൗൺസിലിംഗ്, തെറാപ്പി തുടങ്ങിയവ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ഭക്ഷണം, നല്ല ഉറക്കം, സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നിവ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു. സൈക്യാട്രിക് കൺസൾട്ടേഷൻ മരുന്നുപയോഗിച്ചുകൊണ്ട് ഇത്തരം കെമിക്കൽസിനെ സന്തുലിതമാക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.